C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് കുറച്ച് ആസ്കി റേഞ്ച് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ക്യാരക്ടർ എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ആസ്കി വാല്യൂ കാണും. അത് വെച്ചിട്ടായിരിക്കും മെമ്മറിയിൽ അലോട്ട് ചെയ്യുന്നത്. സോ നമുക്കതിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിൻ്റെ ആസ്കി റേഞ്ച് നോക്കാം. നമ്മളുടെ ക്യാരക്ടേഴ്സ് ഡിജിറ്റ്സ് ആണെങ്കിൽ ഫ്രം 0 to 9, ന്യൂമറിക് ക്യാരക്ടേഴ്സ് ആണെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നത് 48 to 57, അപ്പർ കേസ് ലെറ്റേഴ്സ് ആണെങ്കിൽ ഫ്രം 65 to 90, ലോവർ കേസ് ലെറ്റേഴ്സ് ആണെങ്കിൽ 97 to 122. ഇതല്ലാതുള്ള ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ആണെങ്കിൽ റേഞ്ച് 0 to 255, എക്സ്ക്ലൂഡിംഗ് above ranges. ഈ മൂന്ന് സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലാതെ വേറെ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ആണെങ്കിൽ 0 to 255 ഇടയിലുള്ള ആസ്കി വാല്യൂസ് ആയിരിക്കും വരുന്നത്, എക്സെപ്റ്റ് ദി ഗിവൺ റേഞ്ചസ്. ലെറ്റേഴ്സിന്റെ നമ്പേഴ്സിന്റെ അല്ലാത്തുള്ള 0 to 255 ഇടയിലുള്ള ഏതെങ്കിലും ആയിരിക്കും അല്ലാത്ത ക്യാരക്ടേഴ്സിന്റെ ആസ്കി വാല്യൂ. ഇനി നമ്മൾ ഇതിനകത്തൊന്ന് ജസ്റ്റ് ഇത് ചിലപ്പോൾ നമുക്ക് ചില പ്രോഗ്രാം എഴുതാൻ ഇതിന്റെ ആവശ്യം വരും. ഇവിടെ നോക്കിക്കേ, ഒരു ക്യാപിറ്റൽ ലെറ്ററിന്റെ ആസ്കി വാല്യൂ, ക്യാപിറ്റൽ എയുടെ ആസ്കി വാല്യൂ 65, സ്മോൾ എയുടെ ആസ്കി വാല്യൂ 97. സോ അപ്പർ കേസ് ലെറ്ററിനെ കറസ്പോണ്ടിങ് ലോവർ കേസ് ലെറ്റർ ആക്കാൻ അതിന്റെ ആസ്കി വാല്യൂവിനെ 32 കൊണ്ട് ആഡ് ചെയ്താൽ മതി. ഒരു അപ്പർ കേസ് ലെറ്ററും ലോവർ കേസ് ലെറ്ററും തമ്മിലുള്ള ആസ്കി വാല്യൂവിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 32. ലോവർ കേസ് ലെറ്റേഴ്സിനാണ് ആസ്കി വാല്യൂസ് കൂടുതൽ when compared to upper case letters. ചില സമയത്ത് നമുക്ക് കേസ് മാറ്റണമെന്നുണ്ടെങ്കിൽ ആസ്കി വാല്യൂവിൽ +32 കൊടുത്താലും കേസ് മാറും. Now let us do some programs. Write a program to input 3 integers and find out their sum product largest and smallest among 3. Input 3 numbers, find sum product largest smallest. 3 നമ്പർ ഇൻപുട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ലാർജസ്റ്റ് ഏതാണ്, സ്മോളസ്റ്റ് ഏതാണ്, അവരുടെ സം എന്താണ്, പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. സോ നമ്പേഴ്സിനെ പറയുന്നുള്ളൂ, അതുകൊണ്ട് നമ്പേഴ്സിനെ നമുക്ക് ഇൻറ്റിജർ ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. hash include iostream.h, hash include conio.h, then void main ഫംഗ്ഷനകത്താണ് നമ്മുടെ പ്രോഗ്രാമിംഗ് എഴുതുന്നത്. നമുക്ക് 3 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യണം. സോ int a b c, int a b c. ഇനി നമുക്ക് ഈ നമ്പേഴ്സിനെ ഇൻപുട്ട് ചെയ്യണം, കീബോർഡ് ഇൻപുട്ട് കൊടുക്കാം. സോ cin a b c, കീബോർഡ് വഴി എയുടെയും ബിയുടെയും സിയുടെ വാല്യൂസ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു. വാല്യൂസ് നമ്മൾ ഇൻപുട്ട് ചെയ്യുമ്പോൾ ഇൻറ്റിജർ വാല്യൂസ് കൊടുത്ത് ഇൻപുട്ട് ചെയ്യും. ഇനി ഇതിന്റെ സം എങ്ങനെ കണ്ടുപിടിക്കാം? a + b + c ആണ് സം. ഒന്നെങ്കിൽ നമുക്ക് സം എന്നൊരു വേരിയബിൾ, നോട്ടിൽ തന്നിരിക്കുന്ന പോലെ സം എന്നൊരു വേരിയബിൾ എടുത്ത് അതിൻ്റെ അകത്ത് a + b + cയുടെ വാല്യൂ സ്റ്റോർ ചെയ്തിട്ട് അത് സം എന്നുള്ള വേരിയബിളിനെ പ്രിന്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സം ആയിട്ട് അങ്ങ് പ്രിന്റ് ചെയ്യാം. ദാറ്റ് ഈസ് cout sum equal to a + b + c. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സം ഈക്വൽ ടു a plus b plus c യുടെ വാല്യൂ പ്രിന്റ് ആവും.
അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇന്റെ സം എന്ന് കൊടുത്ത് സമ്മിനകത്ത് a പ്ലസ് ബി പ്ലസ് സിയുടെ വാല്യൂ സ്റ്റോർ ചെയ്തിട്ട് സം എന്നുള്ള വേരിയബിളിനെ പ്രിന്റ് ചെയ്യണം. നമുക്ക് ഇങ്ങനെ ഡയറക്റ്റും പ്രിന്റ് ചെയ്യാം, സി ഔട്ട് സം ഈക്വൽ ടു a പ്ലസ് ബി പ്ലസ് സി. ഇനി നമുക്ക് പ്രോഡക്റ്റ് എന്നൊരു വേരിയബിൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇൻപുട്ട് ചെയ്യാം, പ്രോഡക്റ്റ് സേവ് ചെയ്യാം. അപ്പൊ നമ്മൾ അത് എങ്ങനെ കൊടുക്കും, ഇന്റീജർ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു, പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു a ഇൻറ്റു ബി ഇൻറ്റു സി. ഇതാണ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ. ആസ്ട്രിക്സ് വേണം മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ. അപ്പൊ പ്രോഡക്റ്റ് എന്നുള്ള വേരിയബിൾ നമ്മൾ പ്രോഡക്റ്റ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കും. സോ അതിനെ ഇന്റ് ആയിട്ട് തന്നെ ഡിക്ലെയർ ചെയ്യാം, കാരണം 3 ഇന്റീജറിന്റെ പ്രോഡക്റ്റ് ഇന്റീജർ ആയിരിക്കും. അപ്പൊ പ്രോഡക്റ്റിനകത്ത് നമ്മൾ അതിന്റെ വാല്യൂ സേവ് ചെയ്യുന്നു, പ്രോഡക്റ്റ് ഈക്വൽ ടു a ഇൻറ്റു ബി ഇൻറ്റു സി. അപ്പൊ നമുക്ക് ആ 3 നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് കിട്ടും. ഇനി പ്രോഡക്റ്റ് എങ്ങനെ പ്രിന്റ് ചെയ്യും, നമ്മൾ വേരിയബിൾ യൂസ് ചെയ്യുവാണെങ്കിൽ സി ഔട്ട് പ്രോഡക്റ്റ് ഈക്വൽ ടു prod സ്ലാഷ് n. ഈ സ്ലാഷ് കൊടുത്തതാണ്. ഇനി ഇതിന് ശേഷമുള്ള എന്തെങ്കിലും പ്രിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അടുത്ത ലൈനിൽ പ്രിന്റ് ആകും. സോ ഇങ്ങനെ ഒന്നി നമുക്കിങ്ങനെ വേരിയബിൾ കൊടുത്തിട്ട് വേരിയബിളിന്റെ വാല്യൂ, വേരിയബിളിനകത്തോട്ട് ആ വാല്യൂ സ്റ്റോർ ചെയ്തിട്ട് ആ വേരിയബിളിനെ പ്രിന്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇതുപോലെ പ്രിന്റ് ചെയ്യാം. ഇനി ലാർജസ്റ്റ് കണ്ടുപിടിക്കണം, അതിന് നമുക്ക് ഇഫ് എൽസ് ഉപയോഗിക്കാം. ഇഫ് ലാർജസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും, ഇഫ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. So how will you do? If a greater than b and a greater than c, a greater than b യും a greater than c യും ആണെങ്കിൽ നമുക്ക് എങ്ങനെ പ്രിന്റ് ചെയ്യാം, c out a is largest. ഇവിടെ a b യെക്കാളും വലുതാണ്, a c യെക്കാളും വലുതാണെങ്കിൽ a ആണ് ഏറ്റവും വലുത്. അപ്പൊ നമ്മൾ c out a is largest ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ c out കഴിഞ്ഞിട്ട് c out കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് ആദ്യം പ്രിന്റ് ആവും, a യുടെ വാല്യൂ എന്താണ് അത് പ്രിന്റ് ആവും, അത് കഴിഞ്ഞിട്ട് is largest എന്നും പ്രിന്റ് ആവും. ബ്രാക്കറ്റ് കൊടുക്കണമെന്നാണ് ഇഫിന്റെ താഴെ ഒരു സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. a greater than b യും a greater than c യും ആണെങ്കിൽ if, അടുത്തത് else if else if ഉപയോഗിച്ച് ചെയ്യുന്നു, b greater than a and b greater than c. b a യേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം and b c യേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. അതിന്റെ അർത്ഥം എന്താണ്, b ആണ് ഗ്രേറ്റസ്റ്റ്. സോ c out b is largest. ഇതും അല്ലെങ്കിൽ പിന്നെ എന്താണ്, c ആണ് ലാർജസ്റ്റ്. അതിന് നമ്മൾ കണ്ടീഷൻ കൊടുക്കേണ്ട എൽസിൽ തന്നെ എഴുതാം, else c out c else c out c is largest. നമുക്ക് അങ്ങനെ ഏതാണ് ലാർജസ്റ്റ് നമ്പർ എന്ന് കണ്ടുപിടിക്കാം. ആദ്യം ചെക്ക് ചെയ്യുന്നു, a b യെക്കാളും വലുതാണോ ആൻഡ് a c യെക്കാളും വലുതാണോ. ആൻഡ് കൊടുക്കാൻ കാരണം രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം, b യെക്കാളും വലുതായിരിക്കണം c യെക്കാളും വലുതായിരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ a ആണ് വലുത്. അതല്ല മറിച്ച് b ആണ് a യെക്കാളും c യെക്കാളും വലുത്, അതായത് b greater than a and b greater than c. അങ്ങനെയെങ്കിൽ c out b is the largest. ഇത് രണ്ടും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും, c ആയിരിക്കും വലുത്. അത് നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ കൊടുത്തു. അപ്പൊ നമ്മൾ ഗ്രേറ്റസ്റ്റ് കണ്ടുപിടിച്ചു. ഇനി ഗ്രേറ്റസ്റ്റ് കണ്ടുപിടിച്ച പോലെ ഇനി നമുക്ക് ലോവസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം. ഗ്രേറ്റസ്റ്റ് നമ്പർ കണ്ടുപിടിച്ച പോലെ ലോവസ്റ്റ് നമ്പറും കണ്ടുപിടിക്കണം. അതെങ്ങനെ ചെയ്യും, ഇതേപോലെ ചെക്ക് ചെയ്താൽ മതി. ബാക്കി ഇപ്പുറത്തോട്ട് എഴുതാം. ഇഫ് a less than b and a less than c, c out a is smallest. Now else if
B less than A and B less than C. C out B is smallest. Else C out C is smallest. നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള കമന്റ് പ്രിന്റ് ചെയ്യാം. നോട്ടിൽ വേറെ രീതിയിലാണ് പ്രിന്റ് ചെയ്തത്. കറക്റ്റ് വേർഡിംഗ് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്താൽ മതി, മനസ്സിലാവണം, അത്രേ ഉള്ളൂ. ഇവിടെ എങ്ങനെയാ ചെയ്തത്? ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നു, എ ബി യെക്കാളും ചെറുതാണോ സി യെക്കാളും ചെറുതാണോ. ബി യെക്കാളും സി യെക്കാളും ചെറുതാണെങ്കിൽ എ ആണ് ഏറ്റവും ചെറുത്. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നു, ബി എ യെക്കാളും ചെറുതാണോ അല്ലെങ്കിൽ ബി സി യെക്കാളും ചെറുതാണോ. ആണെങ്കിൽ ബി ആണ് ഏറ്റവും ചെറുത്, അതും അല്ലെങ്കിൽ സി ആയിരിക്കും സ്മോളസ്റ്റ്. ഇനി മെയിനിന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. So this is how you find the sum product and largest and smallest among three numbers. So I hope you have understood. Now next is write a menu driven program to perform arithmetic operation on two integers corresponding to the operator. Operator ne corresponding ആയിട്ട് arithmetic operation perform ചെയ്യണം, അതാണ് program. Write a menu driven program. ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്, write a menu driven program. Write a menu driven program to perform arithmetic operation on two integers corresponding to operator. ഇനി മെനു ഡ്രിവൺ പ്രോഗ്രാം ആണ്. സോ മെനു ഉണ്ട്, നമ്മൾ അതനുസരിച്ച് വേണം ചെയ്യാൻ. മെനു എങ്ങനെയാണെന്ന് വെച്ചാൽ 1 ആണെങ്കിൽ അഡിഷൻ, ഫസ്റ്റ് വൺ അഡിഷൻ, സെക്കൻഡ് സബ്ട്രാക്ഷൻ, then multiplication, for division. ഇവിടെ നമുക്ക് നമ്മുടെ മെനുവിനെ ഒന്നെങ്കിൽ ഇന്റ് ആയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ക്യാരക്ടർ ചാർ ആയിട്ട് കൊടുക്കണം. ഇവിടെ നമുക്ക് ക്യാരക്ടർ ആയിട്ട് കൊടുക്കാം. അതായത് നമ്മുടെ ഓപ്ഷൻ, നമ്മളിപ്പം ഓപ്പറേറ്ററിനെ തന്നെ നമുക്ക് ഓപ്ഷൻ ആയിട്ട് കൊടുക്കാം. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഓപ്പറേറ്റർ ഇതിൽ ഏതുമായിട്ട് ഈക്വൽ ആവുന്നോ കറസ്പോണ്ടിങ് ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യണം, കറസ്പോണ്ടിങ് ഓപ്പറേഷൻ അവിടെ പെർഫോം ചെയ്യണം. അപ്പൊ നമ്മുടെ ചോയ്സ് എന്ന് പറയുന്നത്, അതായത് the variable which we are going to test will be declared as
ക്യാരക്ടർ. നമ്മൾ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വേരിയബിളിനെ നമുക്ക് ഓപ്പറേറ്റർ ആയിട്ട് എടുക്കാം. അതായത് നമുക്ക് ഏത് ഓപ്പറേഷൻ ആണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഓപ്പറേറ്റർ ഏതാണോ അതിനനുസരിച്ചുള്ള ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് മെനു എഴുതാം. അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന വേരിയബിളിനെ നമുക്ക് ക്യാരക്ടർ ആയിട്ട് ഇൻപുട്ട് ചെയ്യാം. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന വേരിയബിളിനെ നമുക്ക് ക്യാരക്ടർ ആയിട്ട് ഇൻപുട്ട് ചെയ്യാം. സോ ഇതിന്റെ പ്രോഗ്രാം എങ്ങനെ വരും? hash include iostream dot h hash include conaio dot h then void മെയിനിലേക്ക് വരുന്നു. അത് നമുക്ക് രണ്ട് ഇൻറ്റിജേഴ്സ് ഇൻപുട്ട് ചെയ്യണം. ഓപ്പറേഷൻ നടത്തേണ്ടത് ഏത് ഇൻറ്റിജേഴ്സിലാണ്? ഇൻറ്റ് എ ബി. അതിനെ നമ്മൾ ഇൻറ്റിജേഴ്സ്. char ch അത് നമ്മുടെ ചോയ്സ് ഓഫ് ഓപ്പറേറ്റർ. സ്വിച്ചിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന CH എന്നുള്ള ക്യാരക്ടറിനെയാണ് ചോയ്സ് ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ചോയ്സ് ഓഫ് ഓപ്പറേറ്റർ. ചോയ്സ് ഓഫ് ഓപ്പറേറ്റർ. സോ ഇത് നമ്മൾ ഇനി എങ്ങനെ ചെയ്യും? സ്വിച്ചിനകത്ത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന എക്സ്പ്രഷൻ, ആ എക്സ്പ്രഷൻ ക്യാരക്ടർ ടൈപ്പ് ആയിരിക്കണം. സോ കേസ് കോൺസ്റ്റന്റ് വരുന്നതിനകത്ത് കോൺസ്റ്റൻസും ക്യാരക്ടർ ടൈപ്പ് ആയിരിക്കും. നമുക്കിനി ഇതിനെ ഇൻപുട്ട് ചെയ്യണം. നമുക്ക് വേരിയബിൾസ് ആദ്യം ഇൻപുട്ട് ചെയ്യാം. സീൻ എ ബി സീൻ CH. Switch CH. Switch CH. So case constant 1 ന്റെ അവിടെ എന്ത് വരും? Case plus. അതൊരു ക്യാരക്ടർ ആയിട്ട് ഇൻവെർട്ടഡ് കോമാസിൽ വേണം കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ Cout A plus B ഡയറക്റ്റ്ലി തന്നെ കൊടുക്കാം. സ്ലാഷ് വേണമെന്നില്ല, വേറെ നമ്മൾ പ്രിന്റ് ചെയ്യുന്നില്ല. Cout A plus B ബ്രേക്ക്. ഒറ്റ then അടുത്തത് കേസ് മൈനസ് ആണെങ്കിൽ Cout A minus B break. Now case asterisk ആണെങ്കിൽ Cout A into B break. ആസ്ട്രിക്സ് ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആസ്ട്രിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ദാറ്റ് ഈസ് A into B then again break. Then case forward slash ആണെങ്കിൽ ഡിവിഷന്റെ സിമ്പിൾ ആണ്. അപ്പോൾ നമ്മൾ ഡിവിഷൻ ചെയ്യണം. Cout A by B break. അല്ലെങ്കിൽ ഡിഫോൾട്ട് Cout wrong choice. ഇവിടെ ചോയ്സ് തെറ്റാണ്. സ്വിച്ച് ബ്രേക്ക്, സ്വിച്ച് ക്ലോസ് ചെയ്യുന്നു, മെയിൻ ക്ലോസ് ചെയ്യുന്നു. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? നമ്മളിപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഒരു മെനു ഡ്രിവൺ പ്രോഗ്രാം എഴുതാനാണ്. ടു പെർഫോം arithmetic operation on two integers corresponding to operator. ഓപ്പറേറ്റർ നമ്മൾ ഏതാണ് ഉദ്ദേശിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള arithmetic operation രണ്ട് ഇൻറ്റിജേഴ്സിൽ പെർഫോം ചെയ്യണം. അതിന്റെ മെനു ഡ്രിവൺ പ്രോഗ്രാം ആണ് നമ്മൾ എഴുതിയത്. സ്പഷ്ടമായിട്ട് പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഇറ്റ് ഈസ് എ മെനു ഡ്രിവൺ പ്രോഗ്രാം വിച്ച് മീൻസ് യു ഹാവ് ടു യൂസ് സ്വിച്ച്.
മെനു ഡ്രിവൺ പ്രോഗ്രാം ആയിട്ട് സ്വിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ രണ്ട് വേരിയബിൾസ് ഇൻപുട്ട് ചെയ്യും ഇൻറ്റീജർ ആയിട്ട്, ഓപ്പറേറ്റർ നമ്മൾ ക്യാരക്ടർ ആയിട്ടാണ് ഇൻപുട്ട് ചെയ്യുന്നത്. ഓപ്പറേറ്റർ ഒരു ക്യാരക്ടർ ആയിട്ട് എടുത്ത് ഇൻപുട്ട് ചെയ്യുന്നു. അപ്പോൾ സ്വിച്ചിനകത്ത് വരുന്ന കേസ് കോൺസ്റ്റൻസും ക്യാരക്ടേഴ്സ് ആയിരിക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മൾ ആ വേരിയബിൾസ്, അതായത് ഈ രണ്ട് ഇൻറ്റീജേഴ്സിനെ സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾസിനെ ഇൻറ്റീജർ ഡേറ്റ ടൈപ്പ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് അതിനെ ഇൻപുട്ട് ചെയ്യുന്നു സി ഇൻ എ ബി. ഇതൊക്കെ നമ്മുടെ ആ ഓപ്പറേറ്റർ ചോയ്സിനെ നമ്മൾ ക്യാരക്ടർ ആയിട്ട് ഇൻപുട്ട് ചെയ്യുന്നു, ദാറ്റ് ഇസ് സ്റ്റാർ സി എച്ച്, ഇൻപുട്ട് ചെയ്യുന്നു സി ഇൻ സി എച്ച്. ദെൻ സ്വിച്ചിനകത്ത് നമ്മൾ ആ ഓപ്പറേറ്ററിനെ വേണം ടെസ്റ്റ് ചെയ്യാൻ. അപ്പൊ സ്വിച്ച് സി എച്ച്. അപ്പൊ ഇനി ഓരോ കേസും കേസ് കോൺസ്റ്റൻസ് എന്ന് പറയുന്നതും ക്യാരക്ടേഴ്സ് ആയിരിക്കണം. ആ ക്യാരക്ടേഴ്സ് ആകുമ്പോൾ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, സിംഗിൾ കോഡ്സിനകത്ത് റെപ്രസെന്റ് ചെയ്യും. സോ കേസ് പ്ലസ്, അങ്ങനെയെങ്കിൽ പ്ലസ് ഓപ്പറേഷൻ ചെയ്യണം. പ്ലസ് എന്ന് പറയുന്നത് അഡീഷൻ ആയിരിക്കും. സോ എ പ്ലസ് ബി, അത് നമുക്ക് ഡയറക്റ്റ് അങ്ങ് പ്രിന്റ് ചെയ്യാം, സി ഔട്ട് എ പ്ലസ് ബി. ഇനി മൈനസ് ആണെങ്കിൽ എ മൈനസ് ബി, ആസ്ട്രിക്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ എ ഇൻറ്റു ബി, ഫോർവേഡ് സ്ലാഷ് ആണ് കൊടുക്കുന്നതെങ്കിൽ എ ബൈ ബി. ഇതൊന്നും അല്ല നമ്മൾ കൊടുത്തത് വേറെ ഏതെങ്കിലും ആണെങ്കിൽ നമ്മുടെ ചോയ്സ് തെറ്റാണ്. സോ റോങ് ചോയ്സ് എന്ന് പ്രിന്റ് ചെയ്യും, റോങ് ചോയ്സ് എന്ന് പ്രിന്റ് ചെയ്യും. പ്രോഗ്രാം ഇസ് write a program to exchange the values of variables. Write a program to exchange the value of variables to exchange the value of variables without using any temporary variable. Using temporary ഒരു ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്യാതെ രണ്ട് വേരിയബിൾസിനകത്ത് സ്റ്റോർ ചെയ്യുന്ന വാല്യൂസിനെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യണം. അതാണ് പ്രോഗ്രാം. സോ പ്രോഗ്രാം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു, പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ് കൊടുത്തു, ദാറ്റ് ഇസ് ഹാഷ് ഇൻക്ലൂഡ് iostream dot h hash include conio dot h hash include iostream dot h hash include conio dot h. പിന്നെ അടുത്തത് void main. നമ്മൾ രണ്ട് വേരിയബിൾസ് ഇൻറ്റ് എ ബി അതിന് ഇൻപുട്ട് ചെയ്യാം സി ഇൻ എ ബി. ഇനി നമുക്കിതിനെ സ്വാപ്പ് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മൾ എ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് കൊടുക്കും. എ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. ദെൻ b is equal to a minus b. a is equal to a plus b ആയി. ആദ്യം a is equal to a plus b ആയി, അതായത് a-ക്കകത്ത് വാല്യൂ എയുടെ ബിയുടെയും സം ആയി. ദെൻ b നമ്മൾ a മൈനസ് b ചെയ്തു. അപ്പോഴെന്താ സംഭവിക്കുന്നത്, a ഓൾറെഡി a പ്ലസ് b ആയി. സോ ഇവിടെ എന്താ വരുന്നത്, a പ്ലസ് ബി മൈനസ് ബി. അപ്പൊ ബിക്കകത്ത് എയുടെ വാല്യൂ കയറി. a is equal to a plus b ചെയ്യുമ്പോൾ മെയിനകത്തുള്ള വാല്യൂ എയുടെയും ബിയുടെയും സം ആയി. സോ ആ എ ആണ് ഇനി ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് a പ്ലസ് ബി. സോ b is equal to a മൈനസ് ബി ചെയ്യുമ്പോൾ b എങ്ങനെയാവുന്നു, a പ്ലസ് ബി മൈനസ് ബി. a പ്ലസ് ബി മൈനസ് ബി, അതായത് ബിക്കകത്ത് എയുടെ വാല്യൂ വരും. a പ്ലസ് ബി മൈനസ് ബി, ദാറ്റ് ഇസ് a എന്നുള്ള വാല്യൂ തന്നെ വരും, ആദ്യത്തെ a വാല്യൂ തന്നെ വരും. ഇനി ഇപ്പൊ ഇവിടെ a എങ്ങനെയാണ്, എ വാല്യൂ എന്ന് പറയുന്നത് എ പ്ലസ് ബി ആണ്. ബിക്കകത്ത് ഇപ്പം എയുടെ വാല്യൂ, അപ്പൊ ഇനി എ നമുക്ക് എ മൈനസ് ബി എന്ന് കൊടുക്കാം. സോ എയുടെ വാല്യൂ എ പ്ലസ് ബി മൈനസ് ബി ചെയ്യുമ്പോൾ ഈ ബിയിൽ ഇപ്പം എയുടെ വാല്യൂ ആണ്. സോ എ ഈക്വൽ ടു എ മൈനസ് ബി ചെയ്യുമ്പോൾ എയിൽ ബിയുടെ വാല്യൂ വരും.
Then നമുക്ക് പുതിയ എയും ബിയും സി ഔട്ട് ചെയ്യണം. സോ സി ഔട്ട് എ ബി. അതായത് ഇത് ചെയ്ത് കാണിച്ചു തരാം. സപ്പോസ് എയും ഉണ്ട് ബിയും ഉണ്ട്. എയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ 2. സോ ആദ്യം നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു എ 1 ആയിട്ടും ബി 2 ആയിട്ടും. അടുത്ത സ്റ്റെപ്പിൽ എ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പോൾ എയുടെ വാല്യൂ എത്രയായി? എ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എയുടെ വാല്യൂ എത്രയായി? 1 പ്ലസ് 2 3 ആയി. ഇനി ബി ഇസ് ഈക്വൽ ടു എ മൈനസ് ബി, ദാറ്റ് ഇസ് 3 മൈനസ് 2 1. 3 മൈനസ് 2 ദാറ്റ് ഇസ് 1. കാരണം എന്താ? എ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ചെയ്യുമ്പോൾ എയുടെ വാല്യൂ 1 പ്ലസ് 2 3 ആയി. അപ്പോൾ ബി എന്ന് പറയുന്നത് എന്താണ്? 3 മൈനസ് 2 ദാറ്റ് ഇസ് 1. സോ ബിയിൽ എയുടെ വാല്യൂ കയറി. ഇനി നമുക്ക് എയിൽ ബിയുടെ വാല്യൂ കയറ്റാൻ എ ഇസ് ഈക്വൽ ടു എ മൈനസ് ബി. ഇപ്പോൾ എയുടെ വാല്യൂ 3 മൈനസ് ബി എന്ന് പറയുമ്പോൾ 3 മൈനസ് 1, 3 മൈനസ് എയുടെ ആദ്യത്തെ വാല്യൂ. അപ്പോൾ എത്ര വരും? 3 മൈനസ് 1 2. അപ്പോൾ എക്കകത്ത് ബിയുടെ ആദ്യത്തെ വാല്യൂ കയറി, ബിയിനകത്ത് എയുടെ വാല്യൂ കയറി. അപ്പോൾ അത് രണ്ടും നമ്മൾ എയും ബിയും ഇനി പ്രിന്റ് ചെയ്യുമ്പോൾ എക്സ്ചേഞ്ച്ഡ് വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഹൗ യു എക്സ്ചേഞ്ച് ദ വാല്യൂസ് ഓഫ് 2 വേരിയബിൾസ് വിത്തൗട്ട് യൂസിങ് എ തേർഡ് വേരിയബിൾ. ഒരു തേർഡ് വേരിയബിൾ യൂസ് ചെയ്യാതെ ഇങ്ങനെയാണ് നമ്മൾ രണ്ട് വേരിയബിൾസിന്റെ വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. Next is write a program to evaluate the sum of digits of a 5-digit number. Write a program to evaluate the sum of digits of a 5-digit നമ്പർ. ഒരു 5 ഡിജിറ്റ് നമ്പറിന്റെ സം ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കാനാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. സോ ഹാഷ് ഇൻക്ലൂഡ് iostream .h hash include conio.h void main. ഇതെല്ലാം നമ്മൾ ആദ്യം എഴുതും. നമുക്കൊരു നമ്പർ ഇൻപുട്ട് ചെയ്യണം. ഇൻറ്റ് n എന്ന് പറയുന്നതാണ് 5 ഡിജിറ്റ് നമ്പർ. നമുക്ക് സം പ്രിന്റ് ചെയ്യാൻ ഒരു വേരിയബിൾ s എടുക്കാം, റിമൈൻഡർ എടുക്കാൻ ഒരു വേരിയബിൾ, ഒന്നും കൂടെ പറയാം. ഇവിടെ നമുക്ക് ആദ്യം n ഉണ്ടെന്ന് നിർത്താം. നമ്മൾ നമ്പർ ഇൻപുട്ട് ചെയ്യുന്നു ഇൻറ്റ് n. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം ചെയ്തപ്പോൾ ഇതിന്റെ സം ഓഫ് ഡിജിറ്റ്സ് ഒക്കെ കണ്ടുപിടിക്കുന്നത് അതിലൊരു കാര്യം പറഞ്ഞായിരുന്നു. ഇഫ് യു ഹാവ് 3 ഡിജിറ്റ്സ്, ഈ ലാസ്റ്റ് ഡിജിറ്റ് എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യും? ലാസ്റ്റ് ഡിജിറ്റ് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ആ നമ്പറിനെ 10 കൊണ്ട് മോഡ് എടുക്കണം. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടും. ആ റിമൈൻഡർ സ്റ്റോർ ചെയ്യാൻ നമുക്ക് r എന്നൊരു വേരിയബിൾ എടുക്കാം. ഇനി ആ കിട്ടുന്ന ഓരോ തവണ കിട്ടുന്ന റിമൈൻഡറിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സം ഓഫ് ഡിജിറ്റ് ആദ്യം നമ്മൾ 10 കൊണ്ട് മോഡുലസ് എടുക്കുമ്പോൾ ഈ ലാസ്റ്റ് ഡിജിറ്റ് കിട്ടും. പിന്നെയും 10 കൊണ്ട് മോഡുലസ് എടുക്കും, പിന്നെ 2 ഡിജിറ്റേ ഉള്ളൂ, പിന്നത്തേന് മോഡുലസ് എടുക്കുമ്പോൾ ഇത്രയും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സക്സസീവ്ലി 10 കൊണ്ട് മോഡ് എടുക്കുകയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. ഒരു നമ്പറിനെ മോഡ് 10 ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് കിട്ടും, പിന്നെ അതിനെ ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് പോയി ബാക്കിയുള്ളതേ ഉള്ളൂ. അതിനെ വീണ്ടും മോഡ് 10 ചെയ്യുമ്പോൾ അടുത്ത ഡിജിറ്റ് കിട്ടും. അങ്ങനെ നമ്മൾ സക്സസീവ്ലി ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് സം കണ്ടുപിടിക്കാം. ഓരോ തവണ എടുക്കുന്ന ആ റിമൈൻഡർ, അതായത് മോഡ് 10 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിനെയും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? സം കിട്ടും. അപ്പൊ സം എന്നുള്ളതാണ് s ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് നമ്മൾ ഇൻഡ് ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യുന്നു. ഇനി നമ്പറിന് പകരം ഒരു നം എന്നൊരു വേരിയബിളും കൂടെ കൊടുക്കാം. നമ്മൾ നമ്പർ ഇൻപുട്ട് ചെയ്യുന്നു c in n.
ഈ സം ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 0 plus x is equal to x and 1 into x equal to x. If you add 0 to any number, you will get that number itself. If you multiply 1 with any number, you will get that number itself. അതായത് നമുക്കിപ്പം സം ഒക്കെ വേണ്ട കേസിൽ സം എന്നുള്ള വേരിയബിളിനെ നമുക്ക് 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യാം. ഇൻ കേസ് ഇഫ് യു നീഡ് സം ഓഫ് സർട്ടൻ വാല്യൂസ്, നമ്മൾ ആ സം സ്റ്റോർ ചെയ്യുന്ന വേരിയബിളിനെ നമുക്ക് 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യാം. അതേപോലെ പ്രോഡക്റ്റ് ആണ് നമുക്ക് ചില കേസിൽ വേണ്ടെങ്കിൽ 1 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യണം. ഇവിടെ നമുക്ക് സം ഓഫ് ഡിജിറ്റ്സ് വേണം, അതുകൊണ്ട് ആ സം സ്റ്റോർ ചെയ്യുന്ന വേരിയബിളിനെ നമ്മൾ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ഇനി ആ നമ്പറിനെ ഇൻപുട്ട് ചെയ്യുന്നു സി ഇൻ എൻ. ദെൻ നമ്മൾ വേറൊരു നം എന്ന് പറഞ്ഞൊരു വേരിയബിൾ, അതിനകത്ത് നമ്മൾ ആ നമ്പറിന്റെ വാല്യൂ തന്നെ ഒന്ന് സ്റ്റോർ ചെയ്യും. സോ എൻ എന്ന് പറയുന്നതാണ് നമ്മുടെ 5 ഡിജിറ്റ് നമ്പർ, ആർ നമ്മൾ റിമൈൻഡർ എടുക്കാനുള്ളത്, എസ് എന്ന് പറയുന്നത് സം സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾ, നം എന്ന് പറയുന്ന നമ്പറിന്റെ കോപ്പി ഉണ്ടാക്കാനുള്ള ഒരു വേരിയബിൾ. ഇത്രയും വേരിയബിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി r is equal to n mod 10 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എടുത്തു, 5th ഡിജിറ്റ് നമ്മൾ ഇങ്ങനെ എടുത്തു. അതിനെ നമുക്ക് സം ചെയ്യണം. സോ s is equal to s plus r. ഇപ്പൊ s 0 ആയിരുന്നു, 0യുടെ കൂടെ ഫസ്റ്റ് റിമൈൻഡറും കൂടെ ആഡ് ആവും. ഇനി നമുക്ക് ബാക്കി 4 ഇപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി 4 ഡിജിറ്റ്സിൽ 4ാമത്തെ ഡിജിറ്റ് എടുക്കണം. അതായത് 1 2 3 4 5 ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ ഡിജിറ്റ് എടുത്തു. ഇനി നമുക്ക് ബാക്കി 4ന് ഇതെടുക്കണം. ഇതെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ നമ്പറിനെ 5ൽ നിന്ന് ഇനി 4 ഡിജിറ്റ്സ് ആക്കണം. അതിനു വേണ്ടി നമ്പറിനെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. n ഈക്വൽ ടു, ഇതിനെ അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. ഈ രണ്ട് രീതിയിലും എഴുതാം. n ഈക്വൽ ടു n/10 എന്ന് എഴുതാം, അല്ലെങ്കിൽ n/=10. രണ്ടിന്റെ അർത്ഥം എന്താണ്? n-നെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? ഇനി 4 ഡിജിറ്റേ ബാക്കിയുള്ളൂ. ഇനി വീണ്ടും r is equal to n mod 10. അപ്പോഴോ ഈ 4ാമത്തെ ഡിജിറ്റ് എടുത്ത് അതിനെ നമുക്ക് ഈ സമ്മിലോട്ട് ആഡ് ചെയ്യാം. അപ്പൊ സമ്മിൽ ഓൾറെഡി 5th ഡിജിറ്റ് ആഡ് ചെയ്തിരുന്നു, ഇനി 4th ഡിജിറ്റും കൂടെ ആഡ് ആവും. s is equal to s plus r. ഇനി വീണ്ടും n equal to n/10, r is equal to n mod 10, s is equal to s plus r. ഇപ്പം 3rd ഡിജിറ്റ് ആഡ് ആയി. ഇനി വീണ്ടും n equal to n/10, r is equal to n mod 10, s is equal to s plus r. സെക്കൻഡ് ഡിജിറ്റ് ആഡ് ആയി. നമ്മൾ അതിനെയും കൂടെ കളഞ്ഞു, ബാക്കി ഇനി ഒരു ഡിജിറ്റേ ഉള്ളൂ. r equals n mod 10, s equal to s plus r. ഫിഫ്ത്ത് ഡിജിറ്റ് കയറി, 4th ഡിജിറ്റ് കയറി, 3rd ഡിജിറ്റ് കയറി, സെക്കൻഡ് ഡിജിറ്റ് കയറി. n is equal to ഇവിടെ നമുക്ക് ഇവിടെ നിർത്താം, സോറി, s is equal to s plus r. ഇപ്പൊ ചെയ്ത പോലെ ചെയ്യാം, അല്ലെങ്കിൽ s is equal to s plus r ചെയ്യുമ്പോൾ സെക്കൻഡ് ഡിജിറ്റും കയറി. ഇനി നമുക്ക് ആ ഫസ്റ്റ് ഡിജിറ്റ് കയറ്റണം. ഫസ്റ്റ് ഡിജിറ്റ് നമുക്ക് ഡയറക്റ്റ്ലി കയറ്റാം. s is equal to s plus n/10. s is equal to s plus n/10. s is equal to s plus n/10 or s plus equal to 10. എങ്ങനെ വേണം? n/10 എന്നോ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും പഴയതുപോലെ തന്നെ ചെയ്യാം. s plus r എന്ന് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും n equal to n/10, s is equal to n/10, r equal to n mod 10, സെയിം തന്നെ വരും. s equal to s plus r. ഇത്രയും ലെങ്തി അടിച്ച്, അല്ലെങ്കിൽ ഇത് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തീർക്കാം. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ചെയ്യുമ്പോൾ 5th ഡിജിറ്റ് കിട്ടുന്നു, അതിനെ നമ്മൾ സമ്മിലോട്ട് കൊടുക്കുന്നു. പിന്നെ 4 ഡിജിറ്റ്സ് ആക്കാൻ വേണ്ടി 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ നമുക്ക് 4th ഡിജിറ്റ് കിട്ടി, സമ്മിലോട്ട് കൊടുത്തു, 3 ഡിജിറ്റ് ആക്കി. ഇവിടെ നമുക്ക് 3ാമത്തെ ഡിജിറ്റ് കിട്ടി, സമ്മിലോട്ട് ആഡ് ചെയ്യുന്നു, 2 ഡിജിറ്റ് ആക്കി.
രണ്ടാമത്തെ ഡിജിറ്റ് കിട്ടി, സമ്മിലോട്ട് ആഡ് ചെയ്യുന്നു, ഒരു ഡിജിറ്റ് ആക്കി. വീണ്ടും ആ സിംഗിൾ ഡിജിറ്റിനെ ഒരു ഡിജിറ്റ് n/10 ചെയ്യുമ്പോൾ തന്നെ ആ ഡിജിറ്റ് ആയി. അതുകൊണ്ട് നമുക്ക് s പ്ലസ് n എന്ന് കൊടുത്താലും മതി, അല്ലെങ്കിൽ വീണ്ടും സെയിം പോലെ r = n mod 10 s = s plus r. ഇത്രയും ചെയ്തിട്ട് ഇവിടെ നമുക്ക് s ആണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ട സം ഓഫ് ഡിജിറ്റ്സ്. ഇത് ശരിക്കും ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്, ലൂപ്പ് ഇല്ലാതാകുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് ചെയ്യും. So this is how you find out the sum of a 5-digit number. 5-digit number ആയതാണ് ഇത്രയും സ്റ്റെപ്സ്. 3 ഡിജിറ്റ് ആകുമ്പോൾ കറസ്പോണ്ടിങ് 2 സ്റ്റെപ്പ് കുറയും.